എന്താണ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഇത്രയും മാത്രം വിഷമം? എനിക്കറിയാം നിങ്ങൾക്ക് ആരെയും കാണുന്നില്ല, നിങ്ങൾ മൊത്തത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കണം. നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ പറ്റില്ല. ഒറ്റയ്ക്കിരിക്കും തോറും ഓവർ തോട്ട്സ് ഇങ്ങനെ വന്ന് കയറും അല്ലേ? നിങ്ങൾ വല്ലാണ്ട് ചിന്തകളിലേക്ക് ആയിപ്പോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പിന്നെയും പിന്നെയും താഴേക്ക് വലിച്ചിടപ്പെടും. ഏറ്റവും ആദ്യം വേണ്ടത് സങ്കടപ്പെടണ്ട. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. നിങ്ങൾ ഇനി കടന്നു പോകുന്നത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ശരി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതിന്റെ ഇന്റൻസിറ്റി പലർക്കും പലതായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് വളരെ ചെറിയ രീതിയിൽ വരും, ചിലർക്ക് വലിയ രീതിയിൽ വരും, ചിലപ്പോൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നത് പോലത്തെ ഒരു ഭീകരത അതിനുണ്ടാവും. ഒരു എളുപ്പ വഴി പറഞ്ഞിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് ആദ്യം പറ്റില്ലാന്ന് തോന്നും, പക്ഷെ ഇതാണ് അതിന്റെ വഴി. പരമാവധി മനുഷ്യരെ പരിചയപ്പെടും. നിങ്ങൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ, അല്ലെ നിങ്ങൾ ഇത്രയും മാത്രം ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സംസാരിക്കൂ. ചിലപ്പോൾ അവർ പറഞ്ഞ പോലെ അതിൽ പലരും നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത് വരും, ചിലരോട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്തത് പറയാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ നിങ്ങളുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം, വേറെ ഒന്നും ചിന്തിക്കേണ്ട, മറ്റൊരാളെ സഹായിക്കും എന്ന് വരെ നിങ്ങൾ പറയണ്ട. നിങ്ങളൊന്ന് വാഷ് ഔട്ട് ആകുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെന്റിലേറ്റ് ചെയ്യപ്പെടുന്നത് വരെ നിങ്ങളിത് മറ്റുള്ള മനുഷ്യരോട് പറയൂ. എന്നിട്ട് പരമാവധി പുതിയ മനുഷ്യരെ പരിചയപ്പെടൂ, പുതിയ മനുഷ്യരെ പരിചയപ്പെടൂ. നിങ്ങളുടെ ഈ സർക്കിളിൽ തന്നെ നിൽക്കാതെ പരമാവധി മനുഷ്യരെ പരിചയപ്പെടൂ. മാറുവടോ, ഞാനല്ലേ പറയുന്നേ. സങ്കടപ്പെടേണ്ട, ഒക്കെ ശരിയാവും. പരമാവധി മനുഷ്യരെ പരിചയപ്പെടും.